ആകാംക്ഷൻ ജീവിതോത്കർഷം വർണ്ണീ ഗുരുകുലേ വസേത് നിർണീതകാലപര്യന്തം ഗുരുവാജ്ഞാം പരിപാലയൻ. ജീവിതോത്കർഷം, ജീവിത അഭിവൃദ്ധിയെ ആകാംക്ഷൻ ആഗ്രഹിക്കുന്ന വർണ്ണി ബ്രഹ്മചര്യവ്രതമുള്ള ശിഷ്യൻ ഗുരുവാജ്ഞാം, ഗുരുവിൻ്റെ ആജ്ഞയെ പരിപാലയൻ, പാലിച്ചുകൊണ്ട് നിർണീതകാലപര്യന്തം, നിശ്ചിത കാലം വരെ ഗുരുകുലേ, ഗുരുകുലത്തിൽ വസിക്കണം. അപ്പൊ ജീവിതത്തെ വികസിപ്പിക്കണം. ഈശ്വരൻ നമുക്ക് തന്ന ഒരു വരദാനമായ ജീവിതം, നമ്മളത് വികസിപ്പിക്കണം. അതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആന്തരികതയിൽ ഇരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല, അത് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ ബ്രഹ്മചാരിയായിട്ടുള്ള ശിഷ്യൻ ഗുരുവിൻ്റെ ഓരോ ഉപദേശത്തെയും ആജ്ഞയെയും എതിർക്കാതെ അത് അനുസരിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും നിശ്ചിത കാലം വരെ ഗുരുകുലത്തിൽ വസിക്കണം. അപ്പോൾ ഗുരുകുലത്തിലെ വാസം ഒരു ലോങ് ടേം തന്നെയാണ് ശരിക്കും. ആ ലോങ് ടേം എന്നത് ആത്മനിയന്ത്രണത്തിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ള ഒരു പാത ഒരുക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ആയുസ് 100 വയസ്സാണെങ്കിൽ 5 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ആ പാത ഒരുക്കുകയാണ്. ബാക്കിയും സമയം കിടക്കുകയല്ലേ. അപ്പോ അങ്ങനെ ഒരു ഗുരുകുലവാസം കിട്ടിയിട്ടുള്ള ശിഷ്യന് അതിനുശേഷം എന്ത് ചെയ്യണമെന്നൊക്കെ ഗുരു പറയുന്നുണ്ട്. ഇവിടെ വർണ്ണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ വ്രതമുള്ള ശിഷ്യൻ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. വർണ്ണ അസ്യ സന്ധീതി വർണ്ണിഹി. വർണ്ണം എന്നത് സാത്വിക ഗുണം എന്ന അർത്ഥത്തിൽ എടുക്കണം. ബ്രഹ്മചാരി സാത്വിക ഗുണത്തോടു കൂടിയ ഒരു വ്യക്തിയാണ്. വേദാധ്യയനത്തെ അനുഷ്ഠിക്കുന്നതിനുള്ള വ്രതത്തെ ആചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. അപ്പൊ ബ്രഹ്മചാരി വേദം ഓതുന്നതിലും അതിൽ പറയുന്ന തത്വങ്ങളെ അനുഷ്ഠിക്കുന്നതിലും തീവ്രമായ അഭിലാഷമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ബ്രഹ്മചാരി എന്ന് പറയുന്നു.